ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, കുറച്ച് പേര് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു സ്വിറ്റ്സർലൻഡിൽ എങ്ങനെയാണ് ജോബ് നമുക്ക് കിട്ടിയത്, എന്ത് വിസയിലാണ് നമ്മളുള്ളത്, അപ്പം നിങ്ങൾക്ക് ജോബ് കിട്ടാൻ എന്തെങ്കിലും അവസരം ഉണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് വന്നാൽ പിന്നെ അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൺസൾട്ടൻ്റ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം. എന്നാലും മാക്സിമം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. സ്വിറ്റ്സർലൻഡിലോട്ട് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. മെയിൻ ആയിട്ടുള്ളത് ഇവിടുത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ്, നല്ല ഹൈ സാലറി പാക്കേജസ്, ഇവിടുത്തെ ലിവിങ് സ്റ്റൈല്, ഇതൊക്കെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈല്, ഇതെല്ലാം നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. പിന്നെ ഇവിടുത്തെ ചോക്ലേറ്റ്സും വേൾഡ് ഫേമസ് ആണ്. അതുപോലെ ചെറുപ്പം മുതൽ തന്നെ നമ്മളോട് എങ്ങോട്ടാണ് വേൾഡ് ടൂർ പോകാൻ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ മിക്കവാറും നമ്മളെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം സ്വിറ്റ്സർലൻഡ് ആയിരിക്കും അല്ലേ. നമ്മുടെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു കൺട്രി അല്ലേ സ്വിറ്റ്സർലൻഡ് തന്നെയായിരിക്കും. അപ്പോൾ ഭയങ്കര ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന സാലറിയും നല്ല ഹൈലി പെയ്ഡ് ആയിരിക്കും, നല്ല ഹൈ ആയിട്ടുള്ള പാക്കേജസ് ആയിരിക്കും ഇവിടുത്തെ ജോബ്സിന് കിട്ടുന്ന എല്ലാ സാലറിയും. അപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലും നമുക്ക് ടാക്സ് അടയ്ക്കാനുണ്ട്. നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊന്നും നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ നിങ്ങൾക്കറിയാം ടാക്സ് അടയ്ക്കണം. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലും നമുക്ക് ഒരുപാട് ടാക്സുകളുണ്ട്. അപ്പോൾ എന്തൊക്കെ ടാക്സ് ആണ്, നമ്മളതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇനി സ്വിറ്റ്സർലൻഡിലെ ജോബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പ്രൊഫഷനിലുള്ളവർക്കും സെയിം വാല്യൂ ആണ് കേട്ടോ എവിടെയുള്ളവർ കൊടുക്കുന്നത്. ചെറിയ ജോലി, വലിയ ജോലി, നാണക്കേടുള്ള ജോലി, അങ്ങനെയൊന്നുമില്ല. ഏത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും സെയിം വാല്യൂ ആണ് ഇവിടെയുള്ള ആൾക്കാർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ചില വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ഫ്രഞ്ച് സ്പീക്കിംഗ് സൈഡിലാണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഒഫീഷ്യലായിട്ട് 4 ലാംഗ്വേജസ് ആണ് കേട്ടോ ഉള്ളത്: ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ ആൻഡ് റൊമാൻഷ്. അപ്പോൾ നമുക്ക് ഇവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അറിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ആഡഡ് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ഇവിടെ മിക്കവാറും ആൾക്കാർക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ല. ഇപ്പോൾ ജനീവ, സുറിക് ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആൾക്കാർ അവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാം. പക്ഷെ അതല്ലാത്ത സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ആ ഭാഗത്ത് ഏതാണോ അവിടുത്തെ സംസാര ഭാഷ തീർച്ചയായിട്ടും നമുക്കത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇപ്പോൾ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അവിടെ നോർമലി എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. എങ്കിലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും അവരൊരു റിക്രിയേഷൻ ടൈം, അല്ലെങ്കിൽ അവർ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാന്നൊക്കെ പറയില്ലേ, ആ ടൈമിലൊക്കെ അവർ മിക്കവാറും യൂസ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ 4 ലാംഗ്വേജസിൽ നമ്മൾ ഏത് ഭാഗത്തോട്ടാണ് നോക്കുന്നത് ആ ഭാഗത്തുള്ള ലാംഗ്വേജ് നമുക്ക് അറിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മളിവിടുത്തെ ജോബ് സൈറ്റുകളിലൊക്കെ പോയിട്ട് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ എല്ലാത്തിനകത്തും ഇവിടുത്തെ ലാംഗ്വേജ് ഏതെങ്കിലും അവർ ചോദിക്കുന്നുണ്ട്. നോർമലി ചോദിക്കുന്നത് ജർമ്മൻ ഓർ ഫ്രഞ്ച് ആണ്. അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും അറിയുകയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സ്വിറ്റ്സർലൻഡിൽ നമുക്കൊരു ജോലി കിട്ടുക എന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണെന്നല്ല ഞാൻ പറയുന്നത്, പോസിബിൾ ആണ്, പക്ഷെ നമുക്ക് കുറച്ച് ടഫാണ്. നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് സ്വിറ്റ്സർലൻഡിലൊരു ജോലി. പക്ഷേ പ്രോപ്പറായിട്ടുള്ള പ്രിപ്പറേഷൻ, നല്ലൊരു ഹാർഡ് വർക്ക് അതിൻ്റെ പുറകിൽ ഉറപ്പായിട്ടും വേണം. അപ്പോൾ എങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ഒരു ജോലി കിട്ടും, അതിനുള്ള ചാൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ അവരുടെ ഒരു ബ്രാഞ്ച്, അവരുടെ ഏതെങ്കിലും ഒരു കമ്പനി ഇവിടെ ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കും. അതൊരു ഓപ്ഷനാണ് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു വിസയിലാണ്. ഓൾറെഡി വേറൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ, വേറല്ല ഈ സെയിം കമ്പനിയിൽ നമ്മൾ UAE ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് നമ്മളിപ്പോൾ
സ്വിറ്റ്സർലൻഡിൽ വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഒരു ബ്രാഞ്ച് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വരാൻ സാധിക്കും. അതാണ് ഒരു വഴി. അപ്പോൾ നോൺ യൂറോപ്യൻ കൺട്രിയിൽ നിന്നുള്ള ഒരാൾക്ക് ഇവിടെ ജോലി കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇങ്ങനൊരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ കൂടി തീർച്ചയായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടാണത്. കാരണം സ്വിറ്റ്സർലൻഡിൽ ആ പോസ്റ്റിലേക്ക് ആളില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ യൂറോപ്യൻ കൺട്രീസിൽ ചെക്ക് ചെയ്തിട്ട് അവിടെയും ആളില്ല എന്ന് അറിഞ്ഞ് അതവർ പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് അവർ ഈ കമ്പനിയിലോട്ട് നോൺ യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് ഒരാളെ എടുക്കുന്നത്. അപ്പം അത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ആണ് എങ്കിലും ഇമ്പോസിബിൾ അല്ല. കാരണം നമ്മളിവിടെ എത്തിയ പിന്നെ അത് തന്നെ ഒരു പ്രൂഫാണല്ലോ, നമുക്ക് വരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളത് നോർമലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഇവിടുത്തെ ജോബ് സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഒരുപാട് ജോബ് സൈറ്റുകളുണ്ട്. ആ ജോബ് സൈറ്റുകളിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബിൽ ഞാൻ സ്വിറ്റ്സർലൻഡിലെ ജോബ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാം പറയുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫ് ഷോർട്ടേജ് കാരണം നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലോട്ട് ആവശ്യമുണ്ടെന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണേ, സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്നും യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ചാൻസ് ഉള്ളത്. നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർക്ക് ചാൻസ് ഉള്ളത് അപ്പോൾ മാത്രമാണ്. അതായത് ചാൻസസ് ഭയങ്കര കുറവാണ് നോൺ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ വരണം, സ്വിറ്റ്സർലൻഡിൽ വന്ന് ജീവിക്കണം എന്നൊക്കെ അത്ര ആഗ്രഹമുണ്ട്. അത്രയും ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒന്ന് നമുക്ക് ജോബ് സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വഴി. പിന്നെ ഒരുപാട് റിക്രൂട്ടിംഗ് ഏജൻസീസ് ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് ഏജൻസീസ് എന്ന്. ഞാൻ പ്രത്യേകിച്ച് ഏജൻസീസിൻ്റെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഒരുപാടുണ്ട്, നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ എന്താണ്, ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സ്വിറ്റ്സർലൻഡിലോട്ട് വരാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു ഇവിടെ ബ്രാഞ്ചുള്ള ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ കയറി നമ്മൾ കുറച്ച് വർഷം അവിടെ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വരും. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഒരു മിനിമം സാലറി എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു റൂളായിട്ടൊന്നുമില്ല. പക്ഷെ നോർമലി ഒരു ബേസിക് ആയിട്ട് ഇവിടെ കിട്ടുന്ന ഒരു നോർമൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി ഒരു 4,400 to 4,500 CHF ആണ്. അപ്പോൾ 1 CHF എന്ന് വെച്ചാൽ ഏകദേശം ഒരു 91 ഇന്ത്യൻ റുപ്പീസ് ഒക്കെ വരും. അപ്പോൾ ഒരു 4 to 5 lakh റുപ്പീസ് നമുക്ക് മന്ത്ലി നമുക്ക് ഒരു നോർമലായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടും. അപ്പോൾ 4 to 5 lakh എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെൻറ്റ്, നമ്മുടെ ടാക്സുകൾ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രിയാണെന്നറിയാലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ സാലറി നമുക്ക് നോർമലി ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാലറി ആയിരിക്കും. അപ്പം നോർമലി ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഓർ എബവ്. ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ PG അതിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഇവർ ഒരു നോർമൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ സെവറൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ ഫീൽഡിലാണ് ഇവിടെ വേക്കൻസീസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നോർമലി എൻജിനീയറിംഗ്, ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, IT, R&D, സയൻറ്റിസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഇവിടെ വേക്കൻസീസ് നമുക്ക് സൈറ്റുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വിറ്റ്സർലൻഡിലോട്ട് വരണം എന്ന് ആഗ്രഹമുള്ള എല്ലാ ആൾക്കാരും അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കട്ടെ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് അറിയാവുന്ന ഇവിടുത്തെ ജോബ് സൈറ്റുകളുടെ പേരൊക്കെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഞാനപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിലൊന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലായിട്ട് ചോദിച്ചോളൂ കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ബൈ.